എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് അയ്യപ്പ ഭാഗവതം പാരായണം 102 ദിവസം. ഓം സ്വാമിയേ ശരണമയ്യപ്പ. സമ്മൂഢൻ്റെ ദുർഗതി. പന്തളമന്നൻ്റെ കൽപ്പന പോലവർ പന്തിയാക്കി ക്ഷേത്ര നിർമ്മാണ കർമ്മങ്ങൾ. അന്തിക്കതിരവൻ പന്തിയോടാഴിയിൽ ചെങ്കിരണങ്ങൾ കഴുകിത്തുടങ്ങവേ. പന്തള മന്നനും അന്തണവൃന്ദവും പന്തിയായി സന്ധ്യാജപങ്ങൾ കഴിച്ചിട്ട് ചന്തമായ അരണ്യമേടയിൽ അത്താഴ ബന്ധവുമേറ്റി നിദ്രയെ കാംക്ഷിച്ചാർ. ചിത്താംബുജങ്ങളിൽ ചിൽസ്വരൂപൻ തന്നെ ഭദ്രമായി ചിന്തിച്ച് ഉറങ്ങാൻ കിടന്നോരു ഭൃത്യരും മറ്റുള്ള ബന്ധുവർഗങ്ങളും ഭദ്രമായി നിദ്രയെ പുൽകിയെന്നാകിലും അന്തരംഗത്തിങ്കൽ ചിന്തയുണ്ടായിട്ടോ പന്തളേശൻ തന്നിൽ ശങ്കയുണ്ടായിട്ടോ എന്തുകൊണ്ടാകിലും നിദ്രാ മനോജ്ഞയാൾ പന്തള ഭൂവനെ പുൽകിയതേയില്ല. ചിന്തയിൽ വൻപുമാൻ വന്നു പുണരുമ്പോൾ ബന്ധമുണ്ടാമോ അവരയ്ക്ക് പുൽകുവാൻ. അന്നേരം അങ്ങൊരു ലോകത്തൊരുവനും നിദ്രയാം പെൺമണി താനുമായി സങ്കരം വിദ്രുതമേറി വരുന്നതോർത്തിയിടുകൾ ഛിദ്രമെന്നേ മനതാരിൽ വരൂ നൂനം. ചാലവേ നിർലജ്ജനായവൻ സമ്മിശ്ലൻ ലോലമനസ്കയാം ആശ്രമനാരിയെ പാരാതചാരത്തടുത്തു വിവശനായി നാരിമാനങ്ങൾ കവർന്നവൻ വേഗേന സുപ്തിയുമായിട്ട് സങ്കരമേറിയും തക്കത്തിലുള്ളത്തിൽ മൂഢവിചാരങ്ങൾ ഒക്കവേ ഓർത്തു കുതന്ത്രങ്ങൾ ഓർത്തതും ഒക്കവേ നമ്മൾ തൻ ഭാഗ്യമെന്നോതിരാം. ലജ്ജാവിഹീനനായി വാസവൻ മാനസേ സ്വച്ഛനാം ഭൂവനെ ഏറെ വലയ്ക്കുവാൻ സ്വച്ഛനായി ഓർത്തു വിചാരങ്ങളേറിനാൻ. എന്തുകൊണ്ട് ഈ മന്നൻ സ്വർഗമടക്കുവാൻ ചിന്തയേറാതെ ഇരിപ്പതുണ്ടാവുമോ. ബന്ധുവായി താരകഭ്രമമുണ്ടാവുമ്പോൾ പന്തള മന്നനും വൻകുതിയാർന്നു പോവും. ചിന്തകളിങ്ങനെ ഇന്ദ്രന്റെ മാനസേ ചെങ്കനൽ ചൂളയിരിച്ചുമേ വീടുമ്പോൾ ഇന്ദ്രനും ഭൂവനെ യുദ്ധേ വധിക്കുവാൻ ദുർദയമേറി കുതറി പുറപ്പെട്ടാൻ. വൻകിരാതാകാര രൂപം ധരിച്ചവൻ തൻകരേ വജ്രവും ഏന്തിയാരണ്യത്തിൽ വൻപിനോടെത്തി ഉഴറി വിളിച്ചുടൻ അൻപാർന്ന രാജനെ പോർക്കു വിളിച്ചവൻ. ദുർമതേ ആരടാക്രമി ഈ വന്യമണ്ണിങ്കൽ ചെയ്തു വരം മുഴിക്കുന്നതും സമ്മതം എന്നോട് വാങ്ങാതെ മാമരം നിർമര്യാദം മുറച്ചു കളയുകയോ. കാടകമെന്നുടെ ക്രീഡാരംഗമെന്ന് പാടവം കൂട്ടുന്ന നിന്നുടെ വന്മതം കാടകരാജനാം എന്നുടെ അമ്പിനാൽ തീരുമിപ്പോൾ എന്നതോർക്കടോ ദുർബുദ്ധേ. കോടീഭുജബലമുള്ളവരാകിലും കേടുകളിങ്ങനെ ഏറിത്തുടങ്ങിയാൽ കേടായി വരും അവർക്കെന്നതും കശ്മല കേൾക്കാതെ ആരുണ്ട് ഇത്രിലോകങ്ങളിൽ. സഹ്യാദ്രി തന്നിലെ കാനനരാജനെ അസഹ്യനാക്കിയിടുവാൻ വന്നോരു നിന്നെ ഞാൻ ജീവനോടെ വിടുകയില്ലേ. ഇപ്പോൾ ചാവുവാൻ വന്ന നീ നന്നായി അറിഞ്ഞിടും. നിഷ്ഠൂരവാക്യങ്ങൾ ഇത്തരം കേട്ടുടൻ സത്കാര്യശീലനാം പാണ്ഡ്യനു മോദനാൻ മദ്യം കുടിച്ചു മതിച്ചവനെങ്കിലോ ഇക്ഷണം നൽകാൻ അഭയങ്ങൾ ദുർമതേ. ദുഷ്കൃതമാളുവാൻ വന്നവനെങ്കിൽ നീ ഇക്കാലമെങ്ങുമേ പോകയില്ല ഖല. മൂലോകനാഥന്റെ പാദങ്ങൾ സേവിക്കും ഭൂലോകപാലനാം ഭൂപന്റെ ചൊല്ലുകൾ. മേലെയായി കോപം വരുത്തി കിരാതന് വേഗമോടെ അവൻ താടനം രാജനിൽ കൂട്ടിത്തുടങ്ങുന്ന നേരത്ത് പാണ്ഡ്യരും അസ്ത്രപ്രയോഗേന ഘോരനെയാട്ടുവാൻ ശസ്ത്രജാലങ്ങൾ പൊഴിച്ചു തുടങ്ങിനാൻ. വങ്കനാം കാട്ടാളനായുള്ളൊരിന്ദ്രനും അമ്പ് തടുക്കുവാൻ വജ്രവും മുങ്ങിനൻ. വജ്രം തടുക്കുവാൻ വൈഭവത്തോടുടൻ വിശ്വനാഥൻ തൻ്റെ പാദം നിരൂപിച്ച് വിദ്രുതമായി ഭഗവച്ചുരികെ പ്രത്യക്ഷമായങ്ങയച്ചാനരജനും. അഗ്നിസ്ഫുലിംഗം പരത്തി എരിഞ്ഞുടൻ ചിക്കനെ പാഞ്ഞെടുത്തിടും ചുരികെ കാൽക്ഷണം കൂടി തടുക്കുവാനാകാതെ വാസവൻ ജീവനും കൊണ്ടു മണ്ടിയിടിനാൻ. ശബരിയാചലത്തിൽ മറുകരെ പൊക്കവൻ ചെറുതായ മിഴികളെ പിന്നോട്ടയച്ചപ്പോൾ വലുതായി ജ്വലിച്ചെടുത്തെത്തിയും ചുരികെ പരിതാപമോടവൻ കണ്ടു മണ്ടിയിടിനാൻ. വേപതൂപ്പെട്ട് പുരന്തരൻ ഭൂലോകമാകവേ ഓടി വശം കെട്ട് പാതാളമാദിയം മറ്റു ലോകങ്ങളും പാരാതെ ഓടി വശം കെട്ട് സാഗരതോയത്തിൽ താണു കിടക്കയും വേഗമായി പൊങ്ങിയും ഭീതിയോടക്ഷികൾ ചുറ്റും അയക്കുമ്പോൾ മേലെയായി ജ്വാല ഉതിർക്കും ചുരികെ വേഗേന കണ്ടവൻ ആഴികരയേറി ചാടിയോടി ബ്രഹ്മലോകത്തിലെത്തുമ്പോൾ ധാതാവ് കൈയൊഴിഞ്ഞിടിനാൻ. അന്നേരം വേഗേന ഇന്ദ്രനും കൈലാസദേവന്റെ പാതാരവിന്ദം നമിച്ചു കരഞ്ഞപ്പോൾ കാമാരിദേവനും പാരാതെ ഇന്ദ്രനെ ദൂരെയാട്ടി പുറത്താക്കിനാൻ. അന്നേരം വങ്കരാമിന്ദ്രനും പാലാഴി പ്രാപിച്ച് സങ്കടങ്ങൾ ചൊല്ലി വീഴും ദശാന്തരെ പങ്കജാക്ഷൻ മുത ഇന്ദ്രനെ വേഗേന
സങ്കടം തീർക്കാൻ സുവർണക്ഷേത്രം തന്നിൽ ചെന്നിരന്നിടാൻ പറഞ്ഞയച്ചിടാൻ പൊന്നിൻ കിരീടം ധരിക്കും മഹാപ്രഭു. ശക്രനും വിക്രമന്യെ വിവശനായി വെക്കമോടെത്തി സുവർണക്ഷേത്രം തന്നിൽ പങ്കം ഹനിച്ച് സൗഭാഗ്യം ലഭിക്കുവാൻ സങ്കടപ്പെട്ട് സ്തുതികൾ തുടങ്ങിനാൻ. തങ്കാഭയാളുവൻ തമ്പുരാനേ ഹരേ തിങ്കൾ കലാധര നന്ദന ചിന്മയ. സങ്കടമെന്നിൽ പിണഞ്ഞവ സർവവും തമ്പുരാനേ ഹരേ നീക്കി തുണയ്ക്കമാം. തമ്പുരാനെ മഹാപാപിയാം എന്നുള്ളിൽ അൻപുഹീനം അഹമേറി തിളക്കയാൽ നിന്തിരുപാദ പത്മങ്ങളെ സന്തതം ചിന്തിച്ചു മേവുന്ന ഭക്തനെ ആട്ടുവാൻ ചിന്തയെന്നെ മുതിർന്നൊരു സമ്മൂടനെ നിന്തിരുമേനി തുണച്ചു രക്ഷിക്കണമേ. ഭക്തർക്ക് ദാസനായി നിത്യം രവിപ്പോനെ ഭക്തനാം രാജൻ അധീനമായി ഏകിയ തൃച്ചുരീക തടുത്തെന്നെ രക്ഷിക്കുവാൻ ഇക്കാലമൊട്ടും വിളംബമാക്കിയിടൊല്ലേ. ദേവാനിഷേവിത താപസ പൂജിത ഭൂതനാഥ ഹരേ പാഹിമാം പാഹിമാം. ദൈവമേ കന്മഷ നാശന ശാശ്വത വൈകാതെയാം എന്നെ തുണയ്ക്കണേ. ഒന്നായ നിന്നിൽ നിന്നുത്ഭവിച്ചിടുന്നു മൂന്നായ മൂർത്തികൾ എന്ന തത്വങ്ങളെ എന്നും മഹാഭക്ത പാലകനായി വാഴും സന്മതേ ഞാൻ അറിഞ്ഞിന്നു വണങ്ങുന്നേൻ. മൂർത്തികൾ മൂവരും കീർത്തനം ചെയ്യുമോരാർത്തി വിനാശന താരക ബ്രഹ്മമേ. മൂന്ന് ലോകങ്ങൾക്കും ദുഃഖത്രയം പോക്കി ദീനനാം എന്നെയും പാലിച്ചു കൊള്ളണേ. ഭക്തദാസൻ ഭവാം ദുഃഖിയാം എന്നുടെ ദുഃഖമൊക്കെ ഒഴിച്ചിടാൻ മടിക്കൊല്ലേ. എന്നുമെന്നും ഭഗവാനെ ഇവൻ വെറും തിന്മകൾ ചെയ്യുവാൻ ആസക്തനാകയാൽ എന്നുമെന്നും നന്മ തിന്മ നനയ്ക്കുവാൻ എന്മനം തന്നിലായി തോന്നിക്കണേ വിഭോ. ലോകത്തിലേതിലും സാധുക്കളങ്ങയെ വേഗത്തിലൊന്നു ഭജിച്ചു തുടങ്ങിയാൽ വേഗത്തിലെന്മനതാരിങ്കൽ സംഭ്രമം ആഗമിച്ചെത്തുന്നതെല്ലാം ഒടുക്കണേ. അച്യുതേശ മഹാശക്തി സ്വരൂപനെ നിശ്ചയിച്ചെന്നിലെ സ്ത്രീജിത ഭാവങ്ങൾ നിശ്ചയം നീക്കി വിരക്തി വൈരാഗ്യങ്ങൾ സദ്ഗുരുനാഥ കനിഞ്ഞരുളേണമേ. താപസിയാകും അഹല്യെ ദ്രോഹിച്ച ഭാവങ്ങളൊന്നുമേ ഏശാതിരിമേൽ ദേവദേവേശ ഭവത് പാദരേണുവിൽ മോദേന എന്നെ ഉരുട്ടുവാൻ കാരുണ്യം ലോകലോകേശനാൻ ദൈവമേ അങ്ങിനെ പ്രീതിയോടേകി തുണച്ചു കൊള്ളേണമേ. ഓം സ്വാമിയേ ശരണമയ്യപ്പ. എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.